ബിഗ് ബോസ് ഹൗസിൽ 2-3 ദിവസങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അത്ര സുഖകരമായിട്ടുള്ളതല്ല. എന്തോ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ തോന്നുന്നേ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ലക്ഷ്മിക്ക് ഇതെന്താ? ശരിക്കും പറഞ്ഞാൽ വന്ന വൈൽഡ് കാർഡുകളിൽ അത്യാവശ്യം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് ലക്ഷ്മിയെ പരിഗണിച്ചത്. പക്ഷേ ഈ 2-3 ദിവസം കൊണ്ട് ഏറ്റവും മോശം ചിന്താഗതിയുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുള്ളൊരു വ്യക്തിയിലേക്ക് ലക്ഷ്മി താഴ്ന്നു പോയിരിക്കുന്നു. വളരെ സങ്കടമുണ്ട്. കാരണം അവരത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള, പുറത്തൊക്കെ പോയി ജീവിച്ച, അങ്ങനെയുള്ള അത്യാവശ്യം സാമൂഹിക അവബോധമൊക്കെ ഉള്ളൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിച്ച കാര്യങ്ങളല്ല 2-3 ദിവസങ്ങളായിട്ടുണ്ടായിരിക്കുന്നത്. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ലക്ഷ്മിയുടെ അഭിപ്രായമായിരിക്കാം പറഞ്ഞത്. പക്ഷെ അത് ഇങ്ങനൊരു ഷോയിൽ വന്നതെന്നുകൊണ്ട് ഇത്രയധികം പ്രേക്ഷകരുടെ ഇടയിലേക്ക് അവരുടെ ചിന്താഗതി പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കണ്ടേ? എല്ലാവരും പറയും ഷോയിൽ പോയി ജെന്യുവനായിട്ട് നിൽക്കണം, റിയലായിട്ട് നിൽക്കണം, നമ്മുടെ അഭിപ്രായം വെട്ടിത്തുറന്ന് പറയണം. അതൊക്കെ ശരിയാണ്. പക്ഷേ എത്ര റിയലായിട്ട് നിൽക്കണം, എത്ര ജെന്യുവനായിട്ട് നിൽക്കണം, എന്തൊക്കെ പറഞ്ഞാലും ഉള്ളത് വെട്ടിത്തുറന്ന് എല്ലാം പറയാതിരിക്കാം. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റേഷനുണ്ട്. എവിടെ എന്ത് പറയണമെന്ന് നമുക്കൊരു അറിവ് ആദ്യം ഉണ്ടാവണം. ലക്ഷ്മിക്ക് ഒരുപക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായില്ലായിരിക്കാം. ലക്ഷ്മിക്ക് അതിന് ലക്ഷ്മിയുടേതായ ഒരുപാട് ന്യായങ്ങളുണ്ടായിരിക്കാം. അതൊക്കെ ശരിയാണ്. പക്ഷേ ലക്ഷ്മിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലക്ഷ്മിയുടെ വീട്ടിൽ ലക്ഷ്മിക്ക് തീരുമാനിക്കാം. അതിനാരും ഒരു എതിർപ്പും പറയുന്നില്ല. ലക്ഷ്മി ഇപ്പോൾ ലക്ഷ്മിയുടെ വീട്ടിൽ കയറ്റില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അവിടെ കയറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരും വരാൻ പോകുന്നില്ല. നിങ്ങൾ അവരെ അവിടെ കയറ്റിയേ പറ്റുമെന്ന് നമ്മളാരും പറയാൻ വരുന്നില്ല. അത് നിങ്ങളുടെ ചിന്താഗതി. അതിനെ എതിർക്കുന്നവരുണ്ടാവാം, ഒരുപക്ഷെ അനുകൂലിക്കുന്നവരും ഉണ്ടാവാം കേട്ടോ. കാരണം എല്ലാവരും ഈ സമൂഹം മൊത്തം മാറിയെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. എങ്കിലും മാറ്റങ്ങളുണ്ട്. പണ്ടൊക്കെ അതൊരു വളരെ വലിയ തെറ്റായിട്ട് കണ്ടിരുന്നതിൽ നിന്നും അതൊരവസ്ഥയാണ്, അതവരുടെ ഒരു പ്രത്യേകതയാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഒരുപാട് പേര് വരുന്നുണ്ട്. അങ്ങനെ മാറ്റത്തിലൂടെ സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ലക്ഷ്മി ഒരുപക്ഷെ ലക്ഷ്മിയുടെ നിലപാട് ഇപ്പം ലാലേട്ടന് മുമ്പിൽ പോലും അത് ലക്ഷ്മിയുടെ നിലപാടിൽ നിന്ന് ലക്ഷ്മി ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ലക്ഷ്മി ചിന്തിക്കുന്നില്ല. ഇതൊരു ഷോയാണ്. ഈ ഷോ കൊണ്ട് ആര് ഇൻഫ്ലുവൻസ് ആകുമെന്നാണ് ലക്ഷ്മി പറയുന്നത്? കുട്ടികളോ? പ്രത്യേകിച്ച് ഒരു പ്രായം കഴിയുമ്പോഴാണ് ഇതൊക്കെ അവർക്ക് തന്നെ തിരിച്ചറിവുണ്ടാവുന്നത്. ഞാൻ ഏതവസ്ഥയിലാണ്, എന്താണ് എൻ്റെ പ്രത്യേകത, എന്താണ് എൻ്റെ സെക്ഷ്വാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരവസ്ഥയിൽ എത്തുമ്പോഴേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ചെറിയ കുട്ടി ഇത് കാണുമ്പോൾ ചെറിയ കുട്ടി അങ്ങ് തീരുമാനിക്കുകയില്ല. ഓക്കെ, ഞാൻ വലുതാകുമ്പം ഇങ്ങനെയാവും, ഞാൻ പെൺകുട്ടിയാണ്, ഈ പെൺകുട്ടി അങ്ങനെ വിചാരിക്കുക, അല്ലെ ആൺകുട്ടി ഇപ്പോഴേ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആണോ വളർന്നു വരുന്നത്? അല്ല, അത് തെറ്റായ ചിന്താഗതിയാണ്, ആ അറിവില്ലായ്മയാണ്. കാരണം അവരൊരു പ്രായം എത്തുമ്പോൾ മാത്രം റിയലൈസ് ചെയ്യുന്ന ഒരു സത്യമാണത്. അത് ആ ടൈമിലാണ് അവർക്കതിന് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നത്. അല്ലാതെ ചെറുപ്പത്തിലെ തീരുമാനിച്ചു വരികയല്ല. ചെറുപ്പത്തിലെ അങ്ങനെ തീരുമാനിച്ചിട്ട് അവർക്ക് ആ പ്രായം എത്തുമ്പം ഓപ്പോസിറ്റ് ജെൻഡറിനോടാണ് ആകർഷണം തോന്നുന്നെങ്കിൽ അവരത് വേണ്ടെന്ന് വെച്ചിട്ട് സെയിം ജെൻഡറിലേക്ക് പോകുമോ? ഇല്ല. ഇത് വളരെ വലിയൊരു ഫൂളിഷ്നെസ്സാണ് ഇന്ന് ലക്ഷ്മി അവിടെ പറഞ്ഞത്. അതിന് ആദ്യം കറക്റ്റായിട്ട് അതിനുള്ള ആൻസർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ആദ്യം മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ആ തെറ്റായ ചിന്താഗതി കൊണ്ടൊക്കെ ആയിരിക്കാം കേട്ടോ. ലക്ഷ്മി എല്ലാവരുടെയും ചിന്താഗതികൾ ഇപ്പോൾ ഒരുപോലെ ആവണം, എല്ലാവർക്കും എല്ലാ കാര്യത്തിലും അറിവുണ്ടാവണമെന്നൊന്നും ഇല്ല. പക്ഷേ ലക്ഷ്മിയെ പോലുള്ളൊരു വ്യക്തി ഇപ്പം അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയണ്ടേ. ഈ ഷോ എന്താണ്, ഷോ കീപ്പ് ചെയ്യുന്ന ഒരു ഇതെന്താണ്, പ്രോഗ്രസീവ് ചിന്താഗതി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യമെങ്കിലും പഠിച്ചിട്ട് വേണ്ടേ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ. ചെന്ന് നിന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം അത് അതിലും ഭയങ്കരം. കാരണം നമുക്ക് എവിടെ എന്ത് പറയണമെന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ടാവണം. അതില്ലാതായിപ്പോയി. വളരെ കഷ്ടമെന്ന് മാത്രമേ പറയാനുള്ളൂ. അത്യാവശ്യം നന്നായിട്ട് ഗെയിം ചെയ്യാൻ കഴിയുന്ന, അത്യാവശ്യം നന്നായിട്ട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന, അത്യാവശ്യം കാര്യങ്ങളൊക്കെ
പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. വൈൽഡ് കാർഡുകളിലെല്ലാം വിഷയമാണ്. അതിൽ മെച്ചപ്പെട്ട രീതിയിൽ പോകേണ്ടിയിരുന്ന ഒരു കാൻഡിഡേറ്റാണ്. എന്താവുമെന്ന് അറിഞ്ഞൂടാ. പോകാൻ സാധ്യതയുണ്ട്. ലക്ഷ്മിയുടെ നിലനിൽപ്പിനെ കുറിച്ചാണ് ലക്ഷ്മിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് കയറി വരാൻ എങ്ങനെ സാധിക്കുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ നാളെ ഒന്നിലിൻ്റെ വിഷയത്തിൽ ഒന്നിൽ എന്താണ് പറയണേ, ഒന്നിൽ പറയുന്ന എല്ലാ ആണുങ്ങളോടും മാപ്പ് പറയണം, അങ്ങനെ ഒരു രീതിയാണെന്ന് തോന്നുന്നു പറയുന്നത്. ഓക്കെ, അത് വേണ്ടത് തന്നെയാണ്. കാരണം ലക്ഷ്മി അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കുറച്ച് ചിന്തിക്കണമായിരുന്നു. ലക്ഷ്മിക്ക് കയ്യിൽ നിന്ന് പോയതാണ്. ഈ 2 കാര്യങ്ങളും കയ്യിൽ നിന്ന് പോയതാണ്. രണ്ടാമത്തെ കാര്യം തീർച്ചയായിട്ടും ഇപ്പോൾ മസ്താനിയുടെ കാര്യം തീർച്ചയായിട്ടും കയ്യിൽ നിന്ന് പോയതാണ്. പക്ഷേ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ നിലപാട് അതാണ്. ഞാൻ എൻ്റെ നിലപാട് എവിടെയാണെങ്കിലും പറയും, ഞാൻ എൻ്റെ ഇത് കൃത്യമായിട്ട് എൻ്റെ ആറ്റിറ്റ്യൂഡിൽ നിൽക്കൂ, എൻ്റെ തീരുമാനത്തിൽ നിൽക്കൂ എന്നുള്ള ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ട് സംസാരിച്ചതാണ്. കാരണം ലക്ഷ്മിക്ക് അന്നേരം അത് പറയേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അവരുമായിട്ടുണ്ടായ വഴക്ക് പോലുമല്ല. പിന്നെ വേറെ ഒരു കാര്യം, അക്ബറിനോട് അത് ലക്ഷ്മി അത് പറയാൻ കാരണം അക്ബറിൻ്റെ ഉമ്മ അക്ബറിനോട് പറഞ്ഞത് കേട്ടിട്ടാണ് എന്നാണ് ലക്ഷ്മി പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ ലാലേട്ടൻ സമ്മതിച്ചില്ല. പക്ഷെ അത് എല്ലാവരും കണ്ടതാണല്ലേ. അതെന്തിനാണ് ബീബി അവിടെ ഹൈഡ് ചെയ്തത്? അവിടെ അക്ബറിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ച പോലെ എനിക്ക് തോന്നി. കാരണം അക്ബറിൻ്റെ ഉമ്മ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അക്ബറിൻ്റെ ഉമ്മയും അങ്ങനെ ഒരു ചിന്താഗതി കൊണ്ടായിരിക്കും പറയണത്. കാരണം എല്ലാവരും ഇങ്ങനെ നമ്മളെപ്പോലെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കണം, എല്ലാവരും അങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിലേക്ക് മാറാത്ത യാഥാസ്ഥിതിക ചിന്താഗതിയിലുള്ള ഇപ്പോഴും കുറേ കൂടുതലായിട്ട് എല്ലാവരും അത് മനസ്സിലാക്കി വരുന്നുണ്ടെന്നേ ഉള്ളൂ. എല്ലാവരും മനസ്സിലാക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ പെടുന്നവരാണ് ഈ ലക്ഷ്മിയും ഇപ്പോൾ അക്ബറിൻ്റെ ഉമ്മയും ഒക്കെ. പക്ഷേ അക്ബറിൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ലക്ഷ്മി കേട്ടോന്നില്ല. ലാലേട്ടൻ കേട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പ്രേക്ഷകരായ നമ്മളെല്ലാം അന്ന് ചർച്ച ചെയ്ത കാര്യമാണ്. അത് മാത്രമല്ല, പ്രേക്ഷകർ പറഞ്ഞേ പോട്ടെ, ആദില നൂറയും ആ എപ്പിസോഡ് കഴിഞ്ഞ് അത് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. അക്ബറിനോട് തന്നെ നേരിട്ട് അവരതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഔട്ട് എയർ ചെയ്ത കാര്യങ്ങളാണ്. എന്നിട്ട് പിന്നെ ലാലേട്ടൻ അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അവിടെ അക്ബറിനെ ഒന്ന് ഈ ഒരു കാര്യത്തിൻ്റെ സീരിയസ്നെസ് നിലനിർത്തിക്കൊണ്ട് അക്ബറിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പക്ഷേ ഒരു കാര്യമുണ്ട്, അക്ബറിനെ പ്രൊട്ടക്റ്റ് ചെയ്തു, അത് ശരിക്കും വിസിബിളായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, അക്ബറിൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞാലും ഇല്ലെങ്കിലും ലക്ഷ്മിക്ക് ആ പ്ലാറ്റ്ഫോമിൽ പോയി നിന്നിട്ട് അങ്ങനൊരു കാര്യം അനാവശ്യമായിട്ട് ആ സമയത്ത് പറയേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. ലക്ഷ്മിക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നെങ്കിൽ അത് ലക്ഷ്മിയുടെ മനസ്സിലിരിക്കണമായിരുന്നു. അവിടെ അവരുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ ലാലേട്ടൻ പറഞ്ഞ പോലെ അതറിഞ്ഞുകൊണ്ടല്ലേ അങ്ങോട്ടേക്ക് ലക്ഷ്മി പോയത്. അപ്പോൾ അതിനനുസരിച്ച് നിൽക്കണം. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇതൊക്കെയാണ് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ 2 വിഷയത്തിൽ നിന്ന് ഇനി ലക്ഷ്മി വളരെ ഒരു ബ്ലാക്ക് മാർക്കാണ് ലക്ഷ്മിക്ക് സംഭവിച്ചിരിക്കുന്നത്. കാരണം ആ വൈൽഡ് കാർഡുകളിൽ എന്തെങ്കിലും ചെയ്യുന്ന ഒരു വ്യക്തി, അത്യാവശ്യം ഒരു ഹോപ്പ് ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. ആ വ്യക്തി പുള്ളി അവരായിട്ട് തന്നെ അത് ഇല്ലാതാക്കിയിരിക്കുകയാണ്. 2 ദിവസം കൊണ്ട് അത്രയും ഒരു കരിനിഴൽ, അതായത് അവർക്ക് വളരെ ഒരു ബ്ലാക്ക് മാർക്കാണ് വന്നിരിക്കുന്നത്. ഇനി അതിൽ നിന്ന് എങ്ങനെയാണ് ലക്ഷ്മി റിക്കവർ ചെയ്ത് മുമ്പോട്ട് പോകാൻ, പ്രേക്ഷകരെ അതിൽ നിന്ന് എങ്ങനെയാണ് ലക്ഷ്മിക്ക് പ്രേക്ഷക പിന്തുണ നേടിയെടുക്കാൻ സാധിക്കുന്നതെന്നൊന്നും എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. നമുക്ക് നോക്കാം. എന്തൊക്കെയായാലും തെറ്റുപറ്റാത്ത ആരും ഉണ്ടാവില്ല, തെറ്റുപറ്റാത്തവരില്ല. ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് പോയ കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ നമുക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല. അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ലാലേട്ടൻ ഇന്ന് അത്രയും പറഞ്ഞപ്പോഴെങ്കിലും ലക്ഷ്മിയുടെ ചിന്താഗതി ഒക്കെ അവരങ്ങനെയാണ് എങ്കിൽ പോലും ലാലേട്ടൻ അത്രയും പറഞ്ഞപ്പോൾ അവർക്ക് ആ പെൺകുട്ടികൾ അവിടെ നിൽക്കുകയല്ലേ. അവർ ഓൾറെഡി ഇപ്പോൾ വീട്ടിൽ കയറ്റാത്തവരെന്നൊക്കെ പറയുമ്പോഴേ അവർക്ക് ഓൾറെഡി അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ വിഷയങ്ങളുണ്ട്. അതൊക്കെ അവർക്ക് കൂടുതൽ വിഷമം ഉണ്ടായി. ആ വിഷമം കണ്ടിട്ടെങ്കിലും അങ്ങനെ ഒരു വിഷമം ഉണ്ടായതിനെങ്കിലും സോറി പറയായിരുന്നു ലക്ഷ്മിക്കെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നോക്കാം ഇനി അങ്ങോട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.